Dear students, today we are going to discuss the proof of convolution theorem. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൺവല്യൂഷൻ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരുന്നു. എന്തായിരുന്നു സ്റ്റേറ്റ്മെൻറ്റ്? എഫ് ജി എന്ന് പറയുന്ന രണ്ട് ഫങ്ഷൻസ് ഉണ്ട്, സ്മോൾ എഫും സ്മോൾ ജിയും. അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം, എഫിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ക്യാപിറ്റൽ എഫ് ആണെന്ന് വിചാരിക്കുക. ജിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ക്യാപിറ്റൽ ജി ആണെന്നും വിചാരിക്കുക. അപ്പോൾ സ്മോൾ എഫിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ക്യാപിറ്റൽ എഫ് ആണ്, സ്മോൾ ജിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ക്യാപിറ്റൽ ജി ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് സ്റ്റാർ ജി എന്ന് പറയുന്നത് എഫിൻ്റെയും ജിയുടെയും കൺവല്യൂഷനാണ്. അവരുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്തായിരിക്കും എന്നാണ് തിയറം പറയുന്നത്? എഫ് ഇൻറ്റു ജി ആയിരിക്കും. ക്ലിയർ അല്ലേ? ഈ എഫ് സ്റ്റാർ ജിയെ നമ്മൾ എന്ത് വിളിച്ചു? എച്ച് എന്നാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ക്യാപിറ്റൽ എച്ച് ഈക്വൽ ടു സ്മോൾ എച്ച് ഈക്വൽ ടു ക്യാപിറ്റൽ എച്ച്, വേർ ക്യാപിറ്റൽ എച്ച് ഈക്വൽ ടു എഫ് ഇൻറ്റു ജി. ക്ലിയർ അല്ലേ? അപ്പോൾ സ്മോൾ എഫിൻ്റെ ട്രാൻസ്ഫോം ക്യാപിറ്റൽ എഫ് ആണ്, സ്മോൾ ജിയുടെ ട്രാൻസ്ഫോം ക്യാപിറ്റൽ ജി ആണെങ്കിൽ എഫ് സ്റ്റാർ ജിയുടെ ട്രാൻസ്ഫോം ക്യാപിറ്റൽ എഫ് ഇൻറ്റു ക്യാപിറ്റൽ ജി ആയിരിക്കും. അപ്പോൾ ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ്. നമുക്കതിൻ്റെ പ്രൂഫ് നോക്കാം. അപ്പോൾ പ്രൂഫിൽ നമുക്ക് ആദ്യം എച്ച് ഓഫ് ടിയുടെ ഡെഫിനിഷനിൽ നിന്ന് തന്നെ തുടങ്ങാം. എച്ച് ഓഫ് ടി അതായത് എഫ് സ്റ്റാർ ജി നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എച്ച് ഓഫ് ജി എന്ന് പറഞ്ഞാൽ എഫ് സ്റ്റാർ ജി ഓഫ് ടി ആണ്. എങ്ങനെയാണ് കൺവല്യൂഷൻ ഡിഫൈൻ ചെയ്തത്? ഇൻ്റഗ്രൽ 0 to t എഫ് ഓഫ് ടോ ഇൻറ്റു ജി ഓഫ് ടി മൈനസ് ടോ ഡി ടോ. ഇങ്ങനെയാണ് എഫിൻ്റെയും ജിയുടെയും കൺവല്യൂഷൻ്റെ ഡെഫിനിഷൻ. ഇനി നമുക്ക് അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നോക്കാം. നമ്മുടെ എയിം അതാണല്ലോ. കൺവല്യൂഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോംസിൻ്റെ പ്രോഡക്റ്റായിട്ട് കിട്ടണം. ഓക്കെ, അപ്പോൾ നമ്മൾ എൽ ഓഫ് എച്ച് എഴുതുന്നു. ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനിഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ∞ e റൈസ് ടു മൈനസ് എസ് ടി ഇൻറ്റു എച്ച് ഓഫ് ടി ഡി ടി എന്ന് പറയാം. ഇതിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ജസ്റ്റ് ആ എച്ച് ഓഫ് ടിക്ക് നമ്മളിതാ ഇവിടെ കൊടുത്ത ഡെഫിനിഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, എച്ച് ഓഫ് ടിക്ക് ആ ഇൻ്റഗ്രൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമുക്ക് തന്നേക്കുന്ന കണ്ടീഷൻസ് എടുക്കാം. തന്നേക്കുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണ്? സ്മോൾ എഫിൻ്റെ ട്രാൻസ്ഫോം ക്യാപിറ്റൽ എഫ്, സ്മോൾ ജിയുടെ ട്രാൻസ്ഫോം ക്യാപിറ്റൽ ജി. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ആ ട്രാൻസ്ഫോംസ് ലാപ്ലേസ് ട്രാൻസ്ഫോംസിൻ്റെ ഡെഫിനിഷൻ ജസ്റ്റ് കൊടുക്കുവാണ്. അതായത് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്താണ്? സ്മോൾ എഫിൻ്റെ ട്രാൻസ്ഫോം അല്ലേ. അപ്പോൾ ക്യാപിറ്റൽ എഫിനെ നമ്മൾ എഴുതുന്നു ഇൻ്റഗ്രൽ 0 to ∞ e റൈസ് ടു മൈനസ് എസ് ടോ, ടിക്ക് വരെ നമ്മൾ ടോ എന്ന് എഴുതുന്നു, ഇൻറ്റു എഫ് ഓഫ് ടോ ഡി ടോ. അതായത് ഇതിന് നമ്മൾ ഫുള്ളായിട്ടും ടോയുടെ ടൈമിലോട്ട് മാറ്റി, ടി നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇനി നെക്സ്റ്റ് ജി ഓഫ് എസ്, അതിനെ നമ്മൾ ടിക്ക് പകരം പിയുടെ ടൈമിൽ എക്സ്പ്രസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും? ജി ഓഫ് എസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ∞ e റൈസ് ടു മൈനസ് എസ് പി ഇൻറ്റു ജി ഓഫ് പി ഡി പി. അപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. നമ്മൾ എഫ് ഓഫ് എസിൻ്റെയും ജി ഓഫ് എസിൻ്റെയും ഡെഫിനിഷൻ എഴുതി വെച്ചിട്ടുണ്ട് ഇൻ ടേംസ് ഓഫ് ടോ ആൻഡ് പി. ഇനി നമ്മൾ ജസ്റ്റ് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ പുതിയ രണ്ട് വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലേ, പിയും ടോയും, അവരുടെ രണ്ടുപേരുടെയും സമ്മായിട്ട് നമ്മൾ ടിയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് പുട്ട് ടി ഈക്വൽ ടു പി പ്ലസ് ടോ. അപ്പോൾ നമുക്ക് പി എന്ത് കിട്ടും? പി ഈസ് ഈക്വൽ ടു ടി മൈനസ് ടോ. നമ്മൾ ഈ ടി മൈനസ് ടോ എന്ന് പിക്ക് എടുക്കാൻ കാരണം ഓൾറെഡി നമ്മളുടെ ആ കൺവല്യൂഷൻ്റെ ഫോർമുലയിൽ ടിയും ഉണ്ട് ടോയും ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ടിയും ടോയും നമ്മുടെ കയ്യിലുള്ള വേരിയബിൾസ് തന്നെയാണ്. പി ആണ് നമ്മളിപ്പം എടുത്തേക്കുന്ന എക്സ്ട്രാ വേരിയബിൾ. ആ പീനെയും കൂടി നമ്മൾ ടിയുടെയും ടോയുടെയും ടൈമിലോട്ട് കൺവേർട്ട് ചെയ്താൽ നമുക്ക് പ്രശ്നമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഇനി കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, പി ഈസ് ഈക്വൽ ടു ടി മൈനസ് ടോ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോവുകയാണ്. ഇനി ഈ ഫോർമുലയിൽ പിയുടെ വേരിയേഷൻ നോക്കിക്കേ. പി എങ്ങനെയാണ് വേരി ചെയ്യുന്നത്? പി വേരി ചെയ്യുന്നത് 0 മുതൽ ∞ വരെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പി പ്ലസ് ടോയുടെ വേരിയേഷൻ എങ്ങനെയായിരിക്കും? 0 മുതൽ ∞ വരെയാണ് പി വേരി ചെയ്യുന്നത്. അപ്പോൾ പി പ്ലസ് ടോയുടെ വേരിയേഷൻ ടോ മുതൽ ∞ വരെ ആയിരിക്കില്ലേ? ആക്ച്വലി പി പ്ലസ് ടോ എന്ന് പറഞ്ഞാൽ എന്താണ്? പി പ്ലസ് ടോ എന്ന് പറഞ്ഞാൽ ടി ആണ്. അപ്പോൾ ടിയുടെ വേരിയേഷൻ ടോ മുതൽ ∞ വരെ ആയിരിക്കും. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ടി വേരീസ് ഫ്രം ടോ ടു ∞ ആൻഡ് പി വേരീസ് ഫ്രം 0 to ∞.
ഈ 0 to ഇൻഫിനിറ്റി എന്നുള്ള വേരിയേഷനിൽ നിന്നാണ് നമുക്കത് രണ്ടും കിട്ടിയത്. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. ഇന്ന് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ആ പി എന്ന് പറയുന്ന പുതിയ വേരിയബിൾ നമുക്ക് ആവശ്യമില്ല, നമുക്ക് ടിയും ടോയും മാത്രം മതി. അപ്പോൾ പി നമ്മൾ എവിടെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ജി ഓഫ് എസിൻ്റെ ഡെഫിനിഷനിലായിരുന്നു പി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അവിടെ നമ്മൾ പി മാറ്റിയിട്ട് ടിയും ടോയും ആക്കാൻ പോവുകയാണ്. അപ്പോൾ അതാണ് ഇവിടെ ചെയ്യുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് പി ഈസ് ഈക്വൽ ടു ടി മൈനസ് ടോ ഇൻ ജി ഓഫ് എസ്. അപ്പോൾ ജി ഓഫ് എസ് എന്തായിട്ട് മാറും? എവിടെയൊക്കെ പി ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ ടി മൈനസ് ടോ എന്ന് കൊടുക്കുക. ഓക്കെ, ഇനി ഒരു ഡി പി ഉണ്ടായിരുന്നല്ലോ അവിടെ. ഇവിടെ നമ്മൾ ടോ ഫിക്സഡ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡി പി എന്തായിട്ട് മാറും? പി എന്ന് പറഞ്ഞാൽ ടി മൈനസ് ടോയാണ്. അപ്പോൾ ഡി പി എന്തായിട്ട് മാറും? ഡി പി എന്ന് പറഞ്ഞാൽ ഡി ടി മൈനസ് 0, അതായത് ഡി ടി. ഓക്കെ, അപ്പം നമ്മളിവിടെ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോഴത്തേക്കും ഒരു വേരിയബിളിന് വരും വേറൊരു വേരിയബിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം എന്താണോ ഡി ഓഫ് എന്താണ് വരുന്നത്? ഡി ടി ആകാം, ഡി എക്സ് ആകാം, ഡി വൈ ആകാം, എന്തും ആയിക്കോട്ടെ. അപ്പോൾ ഡിക്ക് ശേഷം വന്ന വേരിയബിൾ എന്താണോ, വിത്ത് റെസ്പെക്റ്റ് എന്താണോ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ലിമിറ്റ് വേണം കൊടുക്കാൻ ഇൻ്റഗ്രേഷനിൽ. നമ്മൾ ആദ്യം ജി ഓഫ് എസ്, ഒന്നുകൂടെ ഞാനത് കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ജി ഓഫ് എസ് ഡിഫൈൻ ചെയ്തപ്പം വിത്ത് റെസ്പെക്റ്റ് ടു പി ആണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ എഴുതുന്ന വേരിയേഷൻ എന്തായിരിക്കണം? പിയുടെ വേരിയേഷൻ ആയിരിക്കണം. പി വേരീസ് ഫ്രം 0 to ഇൻഫിനിറ്റി എന്ന് നമ്മൾ പറയുന്നുണ്ട്. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഡി പി എന്തായിട്ട് മാറ്റി? ഡി ടി ആയിട്ട് മാറ്റിയായിരുന്നു. അപ്പോൾ നമ്മൾ പിയുടെ വേരിയേഷന് വരെ എന്ത് കൊടുക്കണം? ഈ ടിയുടെ വേരിയേഷൻ വേണം കൊടുക്കാൻ. അതാണ് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്തേക്കുന്നത്. ഇവിടെ ഡി ടി കൊടുത്തപ്പം ഇവിടെ കൊടുക്കുന്നത് 0 to ഇൻഫിനിറ്റി അല്ല, ടിയുടെ വേരിയേഷനായ ടോ ടു ഇൻഫിനിറ്റിയാണ്. അതാണ് ഞാൻ ഇവിടെ എഴുതിയേക്കുന്ന കാര്യമേ. ഇത് വായിച്ച് നോക്കിക്കേ. വെൻ പി വേരീസ് ഫ്രം 0 to ഇൻഫിനിറ്റി, ടി വേരീസ് ഫ്രം ടോ ടു ഇൻഫിനിറ്റി ആൻഡ് ഡി പി ഈക്വൽ ടു ഡി ടി. അപ്പോൾ ആ രണ്ട് കാര്യങ്ങളും നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിക്ക് പകരം ടി മൈനസ് ടോ എന്ന് കൊടുത്തു, ഡി പിക്ക് പകരം ഡി ടി എന്ന് കൊടുത്തു. ഇൻ്റഗ്രലിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും നമ്മൾ ടിയുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ആക്കി കൊടുത്തു. ഇനി കോൺസ്റ്റൻറ്റ് നമുക്ക്, അതായത് ഇവിടെ ഇ റൈസ് ടു മൈനസ് എസ് ഇൻറ്റു ടി മൈനസ് ടോ എന്നുണ്ട്. ആ മൈനസ് എസ് നമ്മൾ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇ റൈസ് ടു മൈനസ് എസ് ടി ഇൻറ്റു ഇ റൈസ് ടു എസ് ടോ എന്ന് വരും. ആ ഇ റൈസ് ടു എസ് ടോ നമ്മൾ കോൺസ്റ്റൻ്റ് ഔട്ട് സൈഡ് എടുക്കുന്നു. കാരണം വിത്ത് റെസ്പെക്ട് ടു ടി അല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ടോ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇ റൈസ് ടു മൈനസ് എസ് ടോ ഔട്ട് സൈഡ് എടുക്കുന്നു. ബാക്കിയെല്ലാം അങ്ങനെ തന്നെ എഴുതുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം? എഫ് ഇൻറ്റു ജി ആണ് നമുക്ക് വേണ്ടത്. അതായത് എഫ് സ്റ്റാർ ജിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഈക്വൽ ടു എഫ് ഇൻറ്റു ജി എന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആ എഫ് ഇൻറ്റു ജി ഒന്ന് കണ്ടുപിടിക്കാം. എന്ത് വരും എന്ന് നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് നോക്കാം. അപ്പോൾ എഫ് ഇൻറ്റു ജി നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ആദ്യം നമ്മൾ എഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, പിന്നെ നമ്മൾ ജി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ജിക്ക് നമ്മൾ കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ ഇപ്പം നമ്മൾ എഴുതി വെച്ചിട്ടില്ലേ, ജിക്കൊരു വാല്യൂ, ആ വാല്യൂ ആണ് കൊടുക്കേണ്ടത്. കാരണം അതിനകത്ത് ടിയും ടോയും മാത്രമേ ഉള്ളൂ. നമുക്ക് കിട്ടേണ്ട ഫൈനൽ ആൻസറിൽ ടിയും ടോയും മതി, നമുക്ക് പി വേണ്ട. അതുകൊണ്ട് നമ്മൾ എഫിന് ഓൾറെഡി ടോയുടെ ടൈമിലാണ്, അപ്പോൾ അത് തന്നെ കൊടുക്കുക. ജിക്ക് ഇപ്പം നമ്മൾ എഴുതിയ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. നമുക്ക് കുറച്ച് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന രണ്ട് ടേമുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് രണ്ടും അടുത്തടുത്ത് എഴുതുന്നു. അതായത് ഇ റൈസ് ടു മൈനസ് എസ്റ്റോ ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു ഇ റൈസ് ടു എസ്റ്റോയും കിടക്കുന്നു, കണ്ടോ? അപ്പോൾ അത് രണ്ടും അടുത്തടുത്ത് എഴുതി. ഇ റൈസ് ടു മൈനസ് എസ്റ്റോയും ഇ റൈസ് ടു എസ്റ്റോയും നമ്മൾ അടുത്തടുത്ത് എഴുതിയല്ലോ. ബാക്കി ഉണ്ടായിരുന്ന ടേം അങ്ങനെ തന്നെ എഴുതി, വേറെ ഒരു ചേഞ്ചും ഇവിടെ വരുത്തിയിട്ടില്ല. ബാക്കി ഇൻ്റഗ്രേഷനും എല്ലാം അങ്ങനെ തന്നെ എഴുതി. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുമ്പം ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് പോയല്ലോ. ഇത് ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഇവിടെ ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഈ എഫ് ഓഫ് ടോ എന്ന് മാത്രം വരും. ഇനി ഇവിടെ ഉണ്ടായിരുന്ന ഡി ടോയിനെ കൂടെ നമ്മൾ ഇപ്പുറത്തോട്ട് എടുക്കുന്നു. ഓക്കെ, ഈ ഡി ടോ എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഉണ്ടായിരുന്നത് നമ്മൾ ലാസ്റ്റിൽ എഴുതുന്നു. ഈ ഇൻ്റഗ്രേഷൻ നമ്മളൊരു ബ്രാക്കറ്റിലിട്ട് കാണിക്കുവാണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല, അവിടെ നമ്മൾ ഇനി ഒരു റീഅറേഞ്ച്മെൻറ്റ് ചെയ്യാൻ പോവുകയാണ്, അത് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇൻ്റഗ്രൽ ടോ ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എസ് ടി ജി ഓഫ് ടി മൈനസ് ടോ ഡി ടി എന്നുള്ള ഇൻ്റഗ്രേഷനാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഇൻസൈഡിൽ കിടക്കുന്ന ഇൻ്റഗ്രേഷനാണല്ലോ നമ്മൾ ആദ്യം ചെയ്യുന്നത്. അകത്തുനിന്നാണ് നമ്മൾ പുറത്തോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്നത്. അത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമ്മൾ
അടുത്ത സ്റ്റെപ്പിൽ ആ ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്ന ആ ഇൻ്റഗ്രൽ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ ഇൻ്റഗ്രൽ കൺസിഡർ ചെയ്യാം കേട്ടോ. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? വിത്ത് റെസ്പെക്ട് ടു ടി, കാരണം ഇവിടെ ഡി ടി എന്നല്ല എഴുതിയേക്കുന്നത്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടി ആണ് നമ്മൾ ഇൻ്റഗ്രൽ ചെയ്യുന്നത്. ആ ഇൻ്റഗ്രേഷനിൽ അപ്പോൾ ഇവിടെ എഴുതിയേക്കുന്നത് ടിയുടെ വേരിയേഷനല്ലേ. ടി എങ്ങനെയാണ് വേരി ചെയ്യുന്നത്? ടി വേരീസ് ഫ്രം ടോ ടു ഇൻഫിനിറ്റി. ഇനി അങ്ങനെ നമുക്ക് കിട്ടുമ്പം നമ്മൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത ശേഷം നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? ഇൻ ടേംസ് ഓഫ് ടോ ആയിരിക്കും. കാരണം അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി ആണ്, മൈനസ് ലോവർ ലിമിറ്റ് ടോ ആണ്. അപ്പോൾ ആ കിട്ടുന്ന റിസൾട്ടിൽ നമ്മൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പം ഫൈനൽ ആൻസർ എ ഫംഗ്ഷൻ ഓഫ് ടോ ആയിരിക്കും. അപ്പോൾ വീണ്ടും ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ടോ അല്ലേ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എഗൈൻ നമ്മൾ അതിനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് ഓവർ ടോ ആണ്, വേർ ടോ വേരീസ് ഫ്രം 0 to ഇൻഫിനിറ്റി. ഇതാ ഇവിടെ നോക്കൂ. അപ്പം നമ്മുടെ ആദ്യത്തെ ഇൻ്റഗ്രേഷനിൽ ടി വേരീസ് ഫ്രം ടോ ടു ഇൻഫിനിറ്റി, രണ്ടാമത്തെ ഇൻ്റഗ്രേഷനിൽ ടോ വേരീസ് ഫ്രം 0 to ഇൻഫിനിറ്റി. ഇത് നമ്മളൊന്ന് എക്സ്ചേഞ്ച് ചെയ്യാൻ പോവുകയാണേ. നമുക്ക് കിട്ടേണ്ട ഫോമിൽ വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ എക്സ്ചേഞ്ച് നമ്മൾ ചെയ്യുന്നത്. അതായത് നൗ വി ഇൻ്റർചേഞ്ച് ദിസ് ഇൻ്റഗ്രൽ ആസ് ഫോളോസ്. അതായത് നമ്മൾ ആദ്യം ടീക്ക് ഇവിടെ നമ്മൾ ആദ്യം ടീക്ക് ചെയ്തു, രണ്ടാമത് ടോയ്ക്ക് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? ആദ്യം ടോ കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു, അതിന് ശേഷം നമ്മൾ ടി കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ലിമിറ്റുകളും ഒന്ന് മാറി വരും. എങ്ങനെയാക്കണം? ടോയുടെ വേരിയേഷൻ 0 to ടി കൊടുക്കുക, എന്നിട്ട് ടിയുടെ വേരിയേഷൻ 0 to ഇൻഫിനിറ്റി കൊടുക്കുക. അപ്പം നമുക്ക് ഫൈനലി 0 to ഇൻഫിനിറ്റി ഉള്ള ലിമിറ്റ് തന്നെ, ഇൻ്റഗ്രേഷൻ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ എന്ത് ചെയ്യണം? എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ആദ്യത്തെ അങ്ങനെ തന്നെയാണ്, ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി, അകത്തുള്ള ടോ ടു ഇൻഫിനിറ്റിക്ക് വരെ നമ്മൾ 0 to ടി ആക്കുന്നു. എന്നിട്ട് ഇവിടെ ഡി ടിയും ഡി ടോയും നമ്മൾ തിരിച്ചെഴുതുന്നു, ഡി ടോ ഡി ടി എന്ന് എഴുതുന്നു. അപ്പോൾ ഇവിടെ പുറത്തുണ്ടായിരുന്ന എഫ് ഓഫ് ടോയും കൂടെ നമ്മൾ എന്ത് ചെയ്യും? അകത്തോട്ട് എടുക്കും. കാരണം വിത്ത് റെസ്പെക്ട് ടു ടോ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എഫ് ഓഫ് ടോ അകത്തല്ലേ വരേണ്ടത്. അങ്ങനെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എടുക്കുന്നു. ഇങ്ങനെ നിങ്ങൾക്കിപ്പം ഓർക്കാൻ ബുദ്ധിമുട്ട് വന്നു, നമ്മൾ ഈ ഒരു റീഅറേഞ്ച്മെൻ്റൊക്കെ ഓർക്കാൻ ബുദ്ധിമുട്ട് വന്നു എന്ന് വിചാരിക്കുക. വളരെ സിമ്പിളാണ്. നമ്മൾ ഇവിടെ എഴുതുന്ന സ്റ്റെപ്പില്ലേ, ഈ എൽ ഓഫ് എച്ച് ഓഫ് ടി എഴുതിയ സ്റ്റെപ്പ്, ഈ സ്റ്റെപ്പിൽ നോക്കിക്കേ. ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ആദ്യം വന്നു, രണ്ടാമത് ഇൻ്റഗ്രൽ 0 to ടി വന്നു. അത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത്. ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ആദ്യം വന്നു, ഇൻ്റഗ്രൽ 0 to ടി രണ്ടാമത് വന്നു. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കിട്ടിയാലല്ലേ നമുക്ക് എൽ ഓഫ് എച്ച് ഓഫ് ടി എന്ന് വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെയിം അറേഞ്ച്മെൻറ്റ്സ് നടത്തുക. ഓക്കെ, ഇനി നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. ഇ റൈസ് ടു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എസ് ടി അങ്ങനെ തന്നെ നിർത്തുക. ഈ അകത്തുള്ളത് എന്താണ്? ആക്ച്വലി നമ്മുടെ കൺവല്യൂഷൻ്റെ ഡെഫിനിഷനാണ്. അപ്പോൾ അത് എഫ് സ്റ്റാർ ജി ആണ്, അതായത് എച്ച് ഓഫ് ടി ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഫൈനലി നമുക്ക് ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എസ് ടി ഇൻറ്റു എച്ച് ഓഫ് ടി ഡി ടി എന്നാണ് വന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു എൽ ഓഫ് എച്ച് ഓഫ് ടി ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എച്ച് ഓഫ് എസ്. അപ്പം ഞാൻ ഇവിടെ എഴുതിയേക്കുന്ന ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ എഴുതണമെന്നില്ല. നേരെ ഈ സ്റ്റെപ്പിന് ശേഷം നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് ധൈര്യമായിട്ട് എഴുതാം, കുഴപ്പമില്ല. ഈ ഇൻ്റഗ്രേഷൻ നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഈ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ആ ഇൻ്റഗ്രേഷൻ മാറി വന്നത് എന്നുള്ളത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ പ്രൂഫും കൂടെ പഠിച്ചു വെക്കുക കേട്ടോ. പ്രൂവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്.